ബിന്ദുകൃഷ്ണ ഈ വാർത്തയോട് പ്രതികരിക്കാൻ. ബിന്ദുകൃഷ്ണ, ഇപ്പോൾ ഒരു വീട്ടമ്മ 3 ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതരമായ ആരോപണം ഉയർത്തുമ്പോൾ അതിനെ പ്രതിപക്ഷം എങ്ങനെയാണ് കാണുന്നത്? അങ്ങേയറ്റം ഗൗരവതരവും അതിലേറെ ഞെട്ടിക്കുന്നതുമായ ഒരു വാർത്തയാണ് റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്നത്. ഈ തങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചാൽ എങ്ങനെ ഇരിക്കും എന്നതിന്റെ ഉദാഹരണമാണ് കേരളത്തിലെ ക്രമസമാധാന നില. അതിൽ തന്നെ വിശേഷിച്ച് സ്ത്രീകളുടെ സുരക്ഷിതത്വവും അഭിമാനവും ഉറപ്പുവരുത്താൻ നിയമപരമായും ഭരണഘടനാപരമായും ധാർമ്മികമായും ബാധ്യതപ്പെട്ട പോലീസ് സേന പരിഹാരം തേടി തങ്ങളെ സമീപിക്കുന്ന സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന രീതിയിലേക്ക് അത് ഉന്നത ഉദ്യോഗസ്ഥന്മാർ അതിന് നേതൃത്വം നൽകുന്നു എന്നുള്ളത് അവർ വേട്ടയാടുന്നു എന്നുള്ളത് ചിന്തിക്കാൻ പോലും ആകുന്നില്ല. ഈ പോലീസിലെ ഇത്തരം ക്രിമിനലുകളെ തഴച്ചു വളരുവാൻ അവസരമുണ്ടാക്കി കൊടുക്കുന്ന ഒരു സർക്കാർ എന്തും കാണിക്കാം. പിണറായി വിജയനെ അങ്കിൾ എന്ന് വിളിക്കുവാൻ ഒരു എസ്പിക്ക് ജൂനിയർ IPS ഓഫീസറിന് ധൈര്യം വരണമെങ്കിൽ ആരെ കണ്ടുകൊണ്ടാണ് ധൈര്യം വരുന്നത്? ആ ധൈര്യത്തിലായിരിക്കുമല്ലോ സ്ത്രീപീഡനവും അതുപോലെ എല്ലാ അഴിമതിയും ഒക്കെ ആ മനുഷ്യർ നടത്തുന്നത്. ഇതൊക്കെ ഉണ്ടായിട്ട് അറിഞ്ഞിട്ട് എന്തായാലും കേരളത്തിൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞ സംവിധാനം ഉണ്ടല്ലോ. ഈ പോലീസുകാർ ഇവിടെ ഇത്രയും കാലം ഈ രീതിയിലൊക്കെ അഴിഞ്ഞാടിയിട്ട് ഒരു ഇന്റലിജൻസ് റിപ്പോർട്ടോ അവരെ ഒന്ന് നിരീക്ഷിക്കുവാനോ അവർ ചെയ്യുന്ന ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ നിന്ന് അവരെ മാറ്റി നിർത്താൻ ആവശ്യമായ മുൻകരുതലോ നടപടികളോ എടുക്കുവാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നതിന്റെ അർത്ഥം സർക്കാർ കുടപിടിച്ചുകൊണ്ടാണ് ഇത്തരം ബലാത്സംഗം അടക്കമുള്ള ക്രൂരതകൾ ചെയ്യുന്നു എന്നുള്ളതാണ്. നമുക്ക് കേട്ടുകഴിഞ്ഞു പോലും ഇല്ലാത്ത രീതിയിൽ കേരളത്തിലെ പോലീസ് സേനയിലെ ചില ചുരുക്കത്തുകൾ മാത്രമാണെന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിക്കാൻ കഴിയുന്നില്ല. ഇത് എല്ലാ ദിവസവും ഇതിൽ കേൾക്കുന്നത്. പിന്നെ പോലീസുകാർ പ്രതികളാകാത്ത കേസില്ല. മാങ്ങാമോഷണവും ശമ്പള മോഷണവും ഒക്കെ കേട്ടപ്പോൾ തന്നെ നമ്മൾ അതിനെതിരെ ആഞ്ഞടിച്ച് ആ സമയത്ത് ഇപ്പൊ കേൾക്കുന്ന ക്രൂരകൃത്യങ്ങൾ എന്തൊക്കെയാണ്? കേരളത്തിലൊരു ഭരണകക്ഷി MLA വെളിപ്പെടുത്തുന്ന ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ ഏറ്റവും അവസാനം പിന്നെ റിപ്പോർട്ടർ പുറത്തുകൊണ്ടുവന്ന വാർത്ത. ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹവും എത്രയും പെട്ടെന്ന് സമഗ്ര അന്വേഷണം നടത്തി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ സർവീസിൽ നിന്ന് പുറത്താക്കണം. നിങ്ങൾ കോൺഗ്രസ് വനിതകൾ ഇക്കാര്യത്തിൽ പ്രത്യേക സമരത്തിന് ഇറങ്ങുന്നുണ്ടോ? മഹിളാ കോൺഗ്രസിന്റെ അഭിപ്രായം മഹിളാ കോൺഗ്രസ് പ്രസിഡന്റിനെ പറയാൻ കഴിയുള്ളൂ. എന്തായാലും ഞാൻ അടക്കമുള്ള ഞങ്ങൾ ഓരോ വനിതകളും ഇക്കാര്യത്തിൽ ശക്തമായ പ്രതിഷേധം ഉള്ളവരാണ്, രേഖപ്പെടുത്തുകയാണ്. വരും ദിവസങ്ങളിൽ പറയുകയും പ്രവർത്തിക്കുകയും സമരങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യും. നിങ്ങളിപ്പോൾ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണല്ലോ തെരുവിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ അധികാരവാഴ്ച ഇതിനെതിരെ കൂടി ആ രൂപത്തിൽ പ്രതികരിക്കേണ്ടതല്ലേ? ഈ പോലീസുകാരെ കയറൂരി വിടുന്നത് സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പിന് ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രിയല്ലേ? ഈ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിനെ അല്ലെങ്കിൽ പോലീസ് സേനയെ തന്റെ കാര്യങ്ങൾക്ക് അദ്ദേഹത്തിന്റെ സ്വന്തം കാര്യത്തിൽ മോളുടെ കുറ്റകൃത്യങ്ങൾ മനസ്സിൽ മറച്ചു വെക്കുവാനും പിണറായി വിജയനും അദ്ദേഹത്തിന് ഇഷ്ടക്കാരും നടത്തുന്ന അഴിമതികളും അന്യായങ്ങളും ഒക്കെ മറച്ചു വെക്കാനൊക്കെ മറയാക്കുന്നുണ്ടല്ലേ പോലീസുകാരെ ഒരു ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇമാതിരി തോന്നിയാസൊക്കെ നാട്ടിൽ നടത്തുന്നത്? അതിന്റെ അൾട്ടിമേറ്റ് ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന് ചുമതലയുള്ള മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെയാണ് നാട്ടിൽ നടക്കുന്ന ഈ അന്യായങ്ങളുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി ആ പദവി രാജിവെച്ചൊഴിയണമെന്ന് പ്രതിപക്ഷം കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. നിർബന്ധമായും ഈ പോലീസ് സേനയിൽ ക്രിമിനൽ DGP നോക്കുകുത്തിയാക്കിക്കൊണ്ട് ADGPയുടെ സർ ചക്രവർത്തിമാരെ പോലെയുള്ള ഭരണം, അതുപോലെ SP-മാർ നാട്ടിൽ പരാതി കൊടുക്കുന്ന സ്ത്രീകളെ ഇത്തരത്തിൽ ക്രൂരമായി ഉപദ്രവിക്കുന്നു. തിരിഞ്ഞു നോക്കാൻ അറിയില്ല. ഇവർക്കെതിരെ പ്രതിഷേധിച്ചാൽ മാന്യമായി ജോലി ചെയ്യുന്ന പോലീസുകാരെ സമ്മർദ്ദത്തിലാക്കി പോലീസുകാർ ആത്മഹത്യയുടെ സ്ഥിതി, ആത്മഹത്യ ചെയ്യുന്ന പോലീസുകാരെ ആത്മഹത്യയെക്കുറിച്ച് അടിച്ചു മാറ്റുന്ന പോലീസ്, യഥാർത്ഥ കുറ്റകൃത്യങ്ങൾ ഇല്ലാതെയാക്കുന്ന പോലീസ്, ഈ പോലീസ് സേനയെ ഇത്രയും ദുഷിച്ചതാക്കി മാറ്റുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ആ മനുഷ്യൻ ഒരു നിമിഷം പോലും ആ സ്ഥാനത്തിരുന്നു കൊണ്ട് മുന്നോട്ട് പോകുന്നത് കേരളത്തിന്റെ ധാർമ്മിക നിയമവാഴ്ചയ്ക്കും ഭീഷണിയാണ്. ശരി, വളരെ നന്ദി ബിന്ദുകൃഷ്ണ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.